പീഡികയും ലൊട്ടുലൊട്ടു യൂട്യൂബർമാരും കൂടി ചേർന്ന് മലങ്കര സഭയെ തകർക്കാനും അപഹസിക്കാനും വ്യഥാ ശ്രമിക്കുന്നത് കാണുമ്പോൾ മലങ്കര നസ്രാണികൾക്ക് ചിരിയാണ് വരുന്നത്. ചിരിക്കാതെ പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഈ കെട്ടകാലത്തും ദൈവത്തോടൊപ്പം വസിക്കാൻ കഴിയുമെന്ന് സ്വജീവിതം കൊണ്ട് തെളിയിച്ച മാർ ഇവാനിയോസ് പിതാവിനെ പോലെയുള്ള പരിശുദ്ധന്മാർക്ക് ജന്മം കൊടുത്ത ഒരു സഭയെയാണ് നിങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ പരിഹസിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഓർക്കണം. പരിശ്രമമല്ലാതെ വേറൊന്നും നടക്കുന്നില്ലെന്നുള്ളത് വേറെ കാര്യം. പാത്രിയാർക്കീസിന്റെ മുടക്കിലല്ല, വലിയവനായ ദൈവത്തിന്റെ നീതിയിലാണ് മലങ്കര നസ്രാണികൾ വിശ്വസിക്കുന്നത്. മണവത്ത് കത്തനാരുടെ പുതിയ ലേഖനത്തിൽ പറയുന്നത് ഓർത്തഡോക്സ് സഭയെ തകർക്കാൻ കേരളത്തിലെ എല്ലാ സഭകളെയും കൂട്ടുപിടിച്ച് ഒരു ഐക്യ സംഘടന രൂപീകരിക്കണമെന്നാണ്. നിങ്ങളും നിങ്ങളുടെ പാത്രിയാർക്കീസും മുടക്കിയ ഓർത്തഡോക്സുകാരിൽ നിന്നാണ് പാമ്പാടി തിരുമേനിയും ഇവാനിയോസ് തിരുമേനിയും ഒസ്താത്തിയോസ് തിരുമേനിയും അന്തോണിയോസ് തിരുമേനിയും ബർണബാസ് തിരുമേനിയും ഒക്കെ ഉണ്ടായതെന്ന് ഓർത്തുവെക്കുന്നത് നല്ലതാണ്. മലങ്കര സഭയുടെ ഏകീകരണത്തിനും ഐക്യത്തിനും പരിശ്രമിക്കുന്നവരെ മാനസികമായി തകർക്കാൻ നിങ്ങളിനി ഒന്നുകൂടെ ജനിക്കണം മണവത്ത് കത്തനാരെ. ഇനി ലോകത്തെ മുഴുവൻ സഭകളും ഒന്നിച്ച് കൂറുമുന്നണി ഉണ്ടാക്കി മലങ്കര സഭയെ ഞൊട്ടിക്കളയാമെന്ന് വിചാരിച്ചാൽ അതങ്ങ് വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി. മലങ്കര നസ്രാണികളുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല. വലിയ ഭീഷണി മുഴക്കുന്ന മണവത്ത് കത്തനാരെ മാമോദിസ മുക്കിയത് 7 പള്ളിയിലാണ്. മണവത്തിനെ മാമോദിസ മുക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെയാണെന്നൊന്ന് നോക്കി പറയണേ. സംശയം കൊണ്ട് ചോദിക്കുക. മണവത്തിന്റെ അപ്പനെ മാമോദിസ മുക്കിയതും എവിടെയാണെന്ന് കൂടെ നോക്കി പറയണം. കാരണം മണവത്തിന്റെ കാണപ്പെട്ട അപ്പച്ചൻ ശ്രേഷ്ഠനെ മുക്കിയത് മലങ്കര സഭയിലാണ്. അതുകൊണ്ടാ ചോദിച്ചത്, മറ്റൊന്നും വിചാരിക്കരുത്. പിന്നെ ഓത്തിന്റെ നിറം മാറുന്നത് പോലെ സ്വഭാവം മാറുന്ന പീഡികയ്ക്ക് ഇതൊന്നും പ്രശ്നമല്ല. പീഡിക പറയുന്നതൊന്നും ആളുകൾ അത്ര ഗൗരവമായി എടുക്കാറില്ല. കാരണം സ്ഥിരതയില്ലാത്ത മനസ്സിന് കട്ടിയില്ലാതെ എപ്പോൾ വേണമെങ്കിലും മാറി മറിയുന്ന മനസ്സിന്റെ ഉടമയാണ്. ഇന്ന് ചാക്കോവ ആണെങ്കിൽ നാളെ പെന്തക്കോസ് ആയിരിക്കും, മറ്റന്നാൾ ഓർത്തഡോക്സ് ആയിരിക്കും, അതിന്റെ പിറ്റേന്ന് കത്തോലിക്ക ആയിരിക്കും. എല്ലാം കഴിഞ്ഞു മതം വേണമെങ്കിലും മാറി പൊന്നാനിയിൽ പോകും. ഇങ്ങനെ സ്ഥിരതയില്ലാതെ അലയുന്ന ആ പീഡിക കുഞ്ഞിനോട് മലങ്കര നസ്രാണികൾക്ക് സഹതാപമാണ്. ഈ കുഞ്ഞിന്റെ മനസ്സിന് ബലം കൊടുക്കണേ എന്നാണ് എല്ലാ ദിവസവും മലങ്കര നസ്രാണികൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് പീഡികക്കാരൻ പറയുന്നതൊന്നും കാര്യമാക്കണ്ട.